റൊണാൾഡേ സൂക്ഷിച്ചിറങ്ങ്. സൂക്ഷിച്ചിറക്കാൻ ഞാൻ പ്രസവം കഴിഞ്ഞ് വരണം. ഇവിടെ കുറച്ചുകൂടെ പ്രസവിച്ചു കാണായിരുന്നു. ഒരു പരുവത്തിന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒതുക്കിയിരിക്കുകയാണ്. ഇനി വെറുതെ ആവശ്യമില്ലാതെ എടുത്ത് ചാടരുത്. ശരിക്കും കിട്ടിയാ? ഒന്നും കിട്ടിയില്ല. എന്നെ പിടിച്ച് കെട്ടി വെച്ചവനെയൊക്കെ എനിക്കറിയാം. പിന്നെ ഞാൻ പോയത് ഒരു ന്യായത്തിൻ്റെ ഭാഗത്താണ്. നമ്മളെ പിള്ളേർ കോളനിയിലല്ല, 100 വോട്ടുള്ളതാണ്. ആ വോട്ട് കൊണ്ടാണ് ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷന് അവ അൻസാർ ജയിച്ചത് പുട്ടുപോലെ. അതാണ് വലിയ കാര്യമായി പോയത്. ഇവിടെ നാട്ടിൽ നീതി ന്യായമൊക്കെ അവരെന്നോട് ചോദിക്കുക, സാർ ഒരു പോലീസുകാരനല്ലേ? ബിൽഡേഴ്സിന്റെ ഭാഗത്തല്ലേ ന്യായം? എനിക്കൊന്നും മനസ്സിലായില്ല. വലിയ പ്ലോട്ടായിരുന്നു, ഇതിന്റെ പുറകെ കുറച്ച് കോളനി ഉണ്ടായിരുന്നു. ഈ കോളനിക്കാർ യഥേഷ്ടം സഞ്ചരിച്ചുകൊണ്ടൊരു സ്ഥലമായിരുന്നു ഇവർ വാങ്ങിയത്. അപ്പൊ ഇവരുടെ യഥാർത്ഥ വഴി ഈ ബിൽഡിംഗ് കെട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ പുറകെ കൂടെ പോകണം, ഒരു കിലോമീറ്റർ ചുറ്റി പോകണം. റോഡിൽ എത്തണം, 1 കിലോമീറ്റർ റൗണ്ട് അപ്പ് ചെയ്യണം. ഇപ്പൊ പക്ഷെ അവർക്ക് അത് പോരാ. അവർക്ക് ഈ ബിൽഡേഴ്സിന്റെ ബിൽഡിങ്ങിന് അടുത്തോടെ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ തങ്കം, ഇപ്പൊ ഇവര് പോകേണ്ട വഴിയിൽ ഇവിടെ മതിൽ കെട്ടായിരുന്ന ഇവർക്കും പോവാം, അവർക്കും പോവാല്ലോ. ആൾക്കാർക്ക് പെട്ടെന്ന് സൗകര്യപ്രദം റോഡിലെത്തുക, അതല്ലേ വേണ്ട. അവർക്ക് പുറകെ കൂടെ വഴി കൊടുത്തിട്ടുണ്ട്. വഴി എന്ന് പറയാൻ ഒരു അത്യാവശ്യം വന്ന ഒരു ആംബുലൻസ് വരണം, പെട്ടെന്ന് പോകണം. ഈ ന്യായം പറയാനായിട്ട് നേരെ ബിൽഡേഴ്സിന്റെ റൂമിൽ ചെന്ന് കയറി കൊടുത്ത് അമ്മ പൂട്ടി അങ്ങോട്ട്. അത് ഒറ്റയ്ക്ക് അവന്മാര് പൈസ കൊടുത്ത് ജിമ്മന്മാരെ കൂട്ടിയിട്ടവനെയൊക്കെ എനിക്കറിയാം. നോക്കിയത് പകരം ചോദിക്കും. എന്റെ പാർട്ടി എന്റെ അടുത്തോടെ ഉള്ള സമയം ഒന്നും പേടിക്കാം. എന്നിട്ട് നിന്റെ കോളനിക്കാരെ അന്വേഷിച്ച് വന്നാ കോളനിക്കാര് ഞങ്ങൾ പ്ലാൻ ചെയ്യണുണ്ട്, എല്ലാം കൂടെ കൊടുക്കുന്നുണ്ട്. കിട്ടിയാലും മതിയാവൂലേ തങ്കം, നമ്മള് ജനത്തിന് വേണ്ടി നിൽക്കണം, അല്ലാതെ ഒരു മുതലാളി മുതലാളികളെ കൂട്ടത്തില്ല. ന്യായം എന്ന് പറഞ്ഞാൽ ഈ വഴി കൂടെ ഇവര് പോയോണ്ട് വല്ല സംഭവിക്കും. കൂട്ടിക്കൊണ്ട് പോകാൻ പാടില്ലായിരുന്ന അതൊന്നും അല്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയാം സോൾവ് ചെയ്യാൻ. ഇത് നോക്കിട്ടോ നമ്മുടെ കൈയും കാലും തല്ലി ഓടിച്ച് അവരിട്ടിട്ടുണ്ടെങ്കിൽ 10 പൈസ ആശുപത്രി ചെലവാക്കാൻ ഇവിടെ ആരുടെയും കയ്യിലില്ല. ഇന്നത്തോടെ നിർത്തിക്കോട്ടെ. ഒരു പ്രസ്ഥാനം ഉള്ളത്തോളം ഈ ക്ലീറ്റേക്ക് ഒന്നും പേടിക്കാനില്ല. എങ്ങനെ ഇരിക്കണം? ഇനി മേലിൽ നീ ഇവിടെ പൂങ്കണ്ടി ഒഴിച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ നീ വന്നല്ലേ എന്നെ അവന്മാര് പിടിച്ചാൽ വിഴുങ്ങിയനെ. എന്റെ ആങ്ങളെ വന്നോണ്ട് എന്നെ ഇറക്കി വിട്ടത്. അവിടെ യവന്മാര് ഫ്ലാറ്റ് കെട്ടി അത് കച്ചവടം ചെയ്യണത് കാണണം എനിക്ക്. യവനെ കിട്ടിയാ പഠിക്കൂലടി അവൻ. ഞങ്ങളുടെ അപ്പുക്കുട്ട സാറ് വിളിക്കാണ്. അതെ, വിവരം അറിഞ്ഞിട്ട് എന്നെ അഭിനന്ദിക്കാൻ വിളിക്കണേ കേട്ടോ. ഈ മനുഷ്യനാണ് ആദ്യം കൊല്ലേണ്ടത്. അത് തന്നെ കേട്ടോ സാറ് പറയണത്. വിവരമുള്ളവരൊക്കെ ഉണ്ട്. സാറേ നമസ്കാരം. എന്താ സാറേ? അല്ല സാറേ, ആ കോളനിയിൽ 100 വോട്ടുള്ളതാണ്. അല്ല സാറേ, ആ വോട്ട് ആണ് നമ്മൾ നേരത്തെ പഞ്ചായത്ത് ഇലക്ഷന് അൻസാർ ജയിപ്പിച്ചത് ഈ കോളനിക്കാരാണ്. അല്ല സാറേ, വോട്ടല്ലേ വലുത് നമുക്ക്. ഒരാഴ്ച വീട്ടിൽ പോയി പാർട്ടിയുടെ ഒരു കാര്യത്തിൽ നീ ഇടപെടണ്ട. ഒരാഴ്ച നിന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സസ്പെൻഷന്റെ കാര്യത്തിലെങ്കിലും അളിയന്മാരുണ്ട് ഒരു ഒത്തരവ് കാണിച്ചിട്ടുണ്ട്. കർത്താവേ, അത് മതി.